CPIയുടെയും CPMൻ്റെയും സ്ഥാനാർത്ഥികളെ അതത് പാർട്ടികളുടെ സെക്രട്ടറിമാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2 ദിവസത്തിനകം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥികളെ മുഴുവൻ പ്രഖ്യാപിക്കും. കോഴിക്കോട് ജില്ലയിൽ 13 മണ്ഡലമാണുള്ളത്. ആ 13 മണ്ഡലത്തിൻ്റെയും നായകനായി ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് സ്ഥാനാർത്ഥിയാണ്. ഈ കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങളെ നയിച്ചുകൊണ്ട് തന്നെ 13 മണ്ഡലവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം നേടും എന്നാണ് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാനുള്ളത്. ഈ കൊടുവള്ളി ഒരു 5 മണ്ഡലങ്ങളിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചില്ല. അപ്പം ഗോവിന്ദ മാഷ് പറഞ്ഞല്ലോ, അവിടങ്ങളിൽ LDF സ്വതന്ത്രർ അതല്ലെങ്കിൽ പാർട്ടി കാൻഡിഡേറ്റ് തന്നെ അവിടെ വരും. അത് നാളെയും മറ്റന്നാളുമായിട്ട് അത് പ്രഖ്യാപനം ഉണ്ടാവും. അങ്ങനെ പറയാൻ കഴിയില്ല. അപ്പം ഞങ്ങൾ ആലോചിക്കുന്ന കാര്യം മുൻകൂട്ടി പറയേണ്ട കാര്യമില്ലല്ലോ. തീരുമാനമായെങ്കിൽ ഇന്ന് പറയുമായിരുന്നല്ലോ. അപ്പം അത് നിങ്ങൾക്ക് സർപ്രൈസായിട്ട് തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെയൊന്നും കണക്കാക്കിക്കൂടാ. ഞങ്ങളങ്ങനെ UDFനെ കണക്കാക്കി അതിന് പകരം എന്ന സ്വഭാവമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ മുമ്പിൽ 2 കൈയും ഉയർത്തി അഭിമാനപൂർവ്വം ഒരു ജനാധിപത്യ പോരാട്ടം എന്ന നിലയിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ആശങ്കയില്ല. 3ാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കേരളത്തിൽ നടക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം ആർക്കും വേണ്ട. അത് പറഞ്ഞല്ലോ ഞാൻ. എലത്തൂരുണ്ട്, വടകരയുണ്ട്. ഇവിടങ്ങളിലെല്ലാം മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ അവർ RJDയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. എലത്തൂർ NCP ആണ്. NCPയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അവർക്കൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡും അവരുടെ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ കൂടി അപ്രൂവലൊക്കെ വേണമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ദിവസത്തിനുള്ളിൽ ആ സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപിക്കപ്പെടും. ഞങ്ങൾക്ക് ഏതായാലും സ്ഥാനാർത്ഥികളുടെ ഇടയിൽ ഇപ്പോൾ UDFൻ്റെ ഇടയിൽ നടക്കുന്ന ചർച്ചയും വിങ്ങിപ്പൊട്ടലുകളൊന്നും ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം.